അപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ 6, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ അവർ ഡെയിലി ലൈഫ്. അപ്പോൾ ചാപ്റ്റർ 6 ആദ്യത്തെ പോയിന്റ് വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഡെഫിനിഷൻ പഠിക്കുക. അതുപോലെ തന്നെ അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ട് അറിയപ്പെടുന്ന പേര് ഇൻഡ്യൂസ്ഡ് കറണ്ട്, അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ് അറിയപ്പെടുന്ന പേര് അല്ലെങ്കിൽ EMF അറിയപ്പെടുന്ന പേര് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പഠിക്കുക. അതേപോലെ തന്നെ അവിടെ മറ്റൊരു പോയിന്റ് ആണ് ഇൻഡ്യൂസ്ഡ് EMF കൂട്ടാനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഹൗ ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇൻഡ്യൂസ്ഡ് കറണ്ട് കൂട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാന്ന് പഠിക്കുക. ഒരു 3 പോയിന്റ് ഉണ്ട്. നമ്പർ ഓഫ് ടേൺസ് കൂട്ടി കൊടുക്കുക, അതേപോലെ തന്നെ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടി കൊടുക്കുക, അതേപോലെ തന്നെ സ്പീഡ് ഓഫ് മാഗ്നറ്റ് ഓർ സോളിനോയിഡ്. ഇതാണ് അതിൽ. അടുത്തത് ഈ ചാപ്റ്ററിൽ 2 ടൈപ്പ് കറണ്ട് ഉണ്ട്. AC കറണ്ടും ഉണ്ട്, DC കറണ്ടും ഉണ്ട്. അപ്പൊ AC കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ചോദിക്കും, DC കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ചോദിക്കും. അപ്പൊ DC സോഴ്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി AC ആണ് നമുക്ക് മനസ്സിലാക്കാം. സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ഒക്കെ DC ആണ്. ലൈക്ക് കാൽക്കുലേറ്ററിനെ എപ്പോഴും കറണ്ട് വേണമെന്നില്ല, കറണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചാണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. എന്നാൽ ഫാൻ എന്ന് പറയുന്നത് ഫാനിന് എപ്പോഴും കറണ്ട് വേണം, അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ച് വർക്ക് ചെയ്യുന്നതൊക്കെ DC സോഴ്സസ് ആണ്. അപ്പോൾ കാൽക്കുലേറ്റർ, അതേപോലെ തന്നെ ടോർച്ച്, വാച്ച്, മൊബൈൽ ഫോണ്, ഇതൊക്കെ DC സോഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ AC സോഴ്സസും DC സോഴ്സും പഠിച്ചു വെക്കുക. പിന്നീട് ജനറേറ്ററിലേക്ക് പോവാം. ഈ ചാപ്റ്ററിൽ തന്നെ 100% ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു പോയിന്റ് ആണ് ജനറേറ്റർ. ജനറേറ്റർ റിലേറ്റ് ചെയ്തുകൊണ്ട് 2 ടൈപ്പ് ജനറേറ്റർ ഉണ്ട്. AC ജനറേറ്ററും ഉണ്ട്, DC ജനറേറ്ററും ഉണ്ട്. AC ജനറേറ്ററുമായി ബന്ധപ്പെട്ട് AC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, AC ജനറേറ്ററിന്റെ എനർജി ചേഞ്ച്, AC ജനറേറ്ററിന്റെ പാർട്സ്, അതേപോലെ തന്നെ AC ജനറേറ്ററിന്റെ ഗ്രാഫ്, ഇത്ര കാര്യങ്ങൾ പഠിക്കുക. ഇതേപോലെ തന്നെ DC ജനറേറ്ററിനും പഠിക്കുക. പിന്നീട് ഈ ACയും DCയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പഠിക്കുക. ACയിൽ സ്ലിപ്പ് റിംഗ് ആണ്, DCയിൽ സ്പ്ലിറ്റ് റിംഗും ആണ്. ആ ഡിഫറൻസ് പഠിക്കുക. അതേപോലെ ഗ്രാഫുകൾ തമ്മിൽ ഡിഫറൻസ് പഠിക്കുക. പിന്നെ ബാറ്ററിക്ക് ഒരു ഗ്രാഫും കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ഗ്രാഫുകൾ മാച്ച് ദ ഫോളോയിങ്ങിൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നീട് ഈ AC ജനറേറ്ററും DC ജനറേറ്ററും കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ AC ജനറേറ്റർ നമുക്ക് AC കറണ്ട് തരും, DC ജനറേറ്റർ നമുക്ക് DC കറണ്ട് തരും. പക്ഷേ AC ജനറേറ്ററിന്റെ ആർമേച്ചറിലും DC ജനറേറ്ററിന്റെ ആർമേച്ചറിലും ഉണ്ടാവുന്ന കറണ്ട് AC കറണ്ടാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. 2 ജനറേറ്ററിന്റെയും ആർമേച്ചറിൽ ഉണ്ടാവുന്ന കറണ്ട് AC കറണ്ടാണ്. പിന്നെ DC ജനറേറ്ററിൽ ആർമേച്ചറിൽ ഉണ്ടാവുന്ന AC കറണ്ടിനെ സ്പ്ലിറ്റ് റിംഗ് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അത് DC ആക്കി മാറ്റും. ഇവിടെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. DC ജനറേറ്ററിൽ നിന്ന് AC കറണ്ട് കിട്ടാൻ എന്തൊക്കെ ചെയ്യാമെന്ന്. അതിൽ ഒന്നാമത്തെ കാര്യം സ്പ്ലിറ്റ് റിംഗ് ചേഞ്ചസ് ടു സ്ലിപ്പ് റിംഗ്. അതേപോലെ തന്നെ ആർമേച്ചറിനെ